ആ കൊമ്പങ്ങാട് കോയ ഇത് കുഞ്ഞാപ്പൂന്റെ വാപ്പ ഇപ്പച്ചിന്റെ ലൈന് സൈനാത്ത 28 ഉള്ളേ. എന്തൊക്കെ തന്തക്കെന്ന് പറയാ പീടി പോയിക്കാർ സാധനം വാങ്ങിക്കൊടുത്താ വെച്ചാണോ അനക്ക് അന്ന് വണ്ടിന്റെ പീറയും കെടുത്തി തരാലോ പീടിക്ക് പോകാൻ വെച്ചാണോ അയ്യോ പോയി തുറന്ന് ഞാൻ പൊളിച്ചത് ദിവസമാണ് അന്റെ പണിയെന്ന് ഞാൻ അന്റെ പേരല്ല കോയ എന്റെ പേരാ കോയ ആഹാ പുളിയർമ്പിന്റെ മാതിരി മൂട് കുലിക്കേ അന്നെ എങ്ങനെ പൊടിച്ചാണ്ടില്ല വജും കൂടി കണ്ടിട്ട് ഞാൻ എനിക്ക് വാങ്ങി തന്നിട്ട് കോയക്കിട്ടോട്ട് ഉദ്ഘാടനത്തിന് അന്ന് വെറുതെ കൊടുക്കും പോലെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് നമുക്ക് എല്ലാവർക്കും പോണം എന്തേ അതന്നെയാ പറഞ്ഞത്. വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ ചിത്രം നമുക്ക് കാണിച്ചരാ മോഹൻലാൽ ഇറങ്ങട്ടെ. എന്നാലേ സംഭവം സാറാവുള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാ പേരിലും പോയി കാണി നോട്ടീസ് വെതറിയടാ ഓടിക്കാണ്ട് സത്യത്തിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ? കൊടുക്കണ്ട് നിശ്ചയ വിശ്വാസം വരണേ നിന്റെ അപ്പുണ്ണിനോടാണ് ചോദിച്ചോക്കാം. നിങ്ങൾ എല്ലായിടത്തും കൊടുത്തോടി. ഞാൻ ഒന്ന് ചോദിച്ചുകൊണ്ട് വരാം. അപ്പുണ്ണി ഉറങ്ങി ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവീത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം അന്റെ പണി അടച്ച് കിടക്കണേ ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കണേ ഞാൻ കണ്ടു. ആയിക്കോട്ടെ. അല്ല ഞാൻ ഇതിനെ പോണേ. ഞാൻ കാര്യം അറിയാൻ വന്നല്ലേ. ഞാൻ കഴിച്ചു. തമ്പുരാനെതിന് റിവേഴ്സ് ഗിയർ ഉണ്ടോ? എന്താ കാര്യം പറയാ. അങ്ങനെ വായിക്കുവാ. പിന്നെ കാര്യം അറിയണ്ട് ഉറങ്ങിയിട്ടില്ലാന്ന്. വണ്ടി വാങ്ങിന്നല്ലാതെ ഓട്ടാൻ പഠിച്ചില്ല പഠിച്ചോനെ. ഇതിന് റിവേഴ്സ് ഗിയർ വെച്ച് എങ്ങനെ അറിയാ? എന്നാലും ഇപ്പൊ എങ്ങനെയാണ് മാറ്റിയതോനെ പറയാ നോക്കാണ്ട്. അതല്ല ഒക്ടോബർ 4-ാം തീയതി മഞ്ചേരിയിലാണ് ഉദ്ഘാടനം എന്നുള്ളത് വെച്ചറിയാം. അവിടെ വരുന്നവർക്ക് ഇങ്ങനെ പോയിട്ടെത്ത കാര്യം. ഇത് ഓട്ടുമ്പോ പോണേ ഒക്കെ നറുക്കെടുപ്പില് അരമണിക്കൂർ ഇടട്ടിക്കാണ്ട് ടിവിയും മൊബൈലൊക്കെ വെറുതെ കൊടുക്കണ്ടേന്ന് കഴിഞ്ഞിട്ടില്ല. അവിടെ ഈ മഴ ആയിക്കോണോ ഒന്നും ഇറങ്ങിക്കാ തന്നെ ഒന്നുകൂടെ ശരി ഒന്ന് ഇങ്ങനെ മൊബൈലിന്റെ ബാക്കിൽ കുപ്പായ ഉണ്ടല്ലോ ആ പൂച്ച വരുന്നവർക്കൊക്കെ 100 റുപ്യക്കാണല്ലോ കൊടുക്കണത്. പറ്റിച്ചേ ഇജിച്ച് റിവേഴ്സ് ഗിയർ പറഞ്ഞാ എനിക്ക് മോട്ടോ കിഡ്സ് ഈ ചോട്ടില് കുത്തണ ഒരു ഇടങ്ങേറുണ്ടല്ലോ അത് വരുന്നവർക്കൊക്കെ 29 റുപ്യക്കാ കൊടുക്കണത്. പിന്നെ അത് മാത്രല്ല വായ പറഞ്ഞാ മതി. ഇജിഞ്ഞി പറഞ്ഞിട്ടുണ്ടെ ഇജിഞ്ഞും പറ്റിച്ചു ചിലക്കാതെ നടക്കാൻ മഞ്ചേരിയുള്ള മോട്ടോ കിഡ്സ് എടുക്കേ ഈ വണ്ടി എടുക്കേ. ഇല്ലാത്തൊരു സാധനം കുത്തുണ്ടല്ലോ ബ്ലൂടൂത്തിന്റെ ഏർപ്പാട്. അതെ 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 ആ ഏർപ്പാടിന് വരുന്നവർക്കൊക്കെ 99 റുപ്യക്കാ കൊടുക്കണതെന്ന് എന്നെ പറ്റിച്ചേ. പച്ചമ്പുരാൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാ ചങ്ങളെ നമ്മളിപ്പോ ഈ കടന്റെ പേരെന്താന്നുള്ളത് ജിതിമ നോക്കി കാണിച്ച് പറഞ്ഞുതരണം. ഈ നോട്ടീസ് ഞാൻ ആകെ അപ്പൊ തിന്നാക്കാൻ എടുക്കാൻ പോണ്ട് പോയിക്കാ പള്ള നിറച്ച് ഞാൻ തിന്നാൻ വാങ്ങി തരാം. ഒരു കാര്യം ചെയ്യും കുട്ടികളെ കൊണ്ട് നാട്ടിൽ ആകെ പരത്തിച്ചു ചിതിമ ഇംഗ്ലീഷിൽ നോക്കി വായിച്ചാൽ പിടിയാണ്ടേന്ന്. പിന്നെ എന്റെ തേങ്ങയ്ക്ക കോയത്താ ഇതൊക്കെ ആയിട്ട് നടക്കണേ നോക്കേ മതി. പെരിന്തൽമണ്ണ അങ്ങാടി കൂടി ആ കടക്കണ പച്ചപ്പിച്ചാക്കണു. അത് കൊറേ കാലമായി കറങ്ങൽ തുടങ്ങിയിട്ട് എന്തിനാന്ന് ചോദിച്ചു മനസ്സിലാക്കി വന്നാ ഇമ്മേ അത് പച്ചപ്പിച്ചാണ്. ഈസി സ്റ്റോർ ഇതാ കണ്ടോ ഈസി സ്റ്റോർ ദൈവത്തിന് ഇഷ്ടമാണ് എനിക്ക്. മഞ്ചേരി എല്ലാം ഈസി ആയിരിക്കണു. ഈസി നേരത്ത് വന്നു കഴിഞ്ഞാൽ പൈസ ഇട്ടുത്തുമ്പോ നിങ്ങളോട് പറഞ്ഞില്ല. അതും നല്ലത് ഞാനോട് ചോദിച്ചോക്കാം. എന്നാ തിന്നാളാ ഞാൻ പോയോട്ടെ. പച്ചപ്പിച്ച സ്റ്റോർ എന്നാണ് ഷോപ്പിന്റെ പേര്. എവിടുന്നാ നോക്കിയേ? എയില് നോക്കി രാജി പറഞ്ഞത് എന്റെ മാന്ത്രിക ലാപ്ടോപ്പ് പോയേ പറഞ്ഞുകൊണ്ട് പച്ചപ്പിച്ച അന്നെ പച്ച വിളിച്ചോണ്ടേ അല്ലാ എന്റെ പച്ചിനാരോ കൊമ്പങ്ങാട് പോയ എന്റെ പച്ചാണ് എനിക്ക് തൊള്ളല്ല
എത്ര മുണ്ടാത്ത ഇതാക്കോ ആ നോട്ടീസിൽ നോക്കി വായിച്ചിക്കാണ്ട് രമണിയെ, എന്തേ? എന്നെ അങ്ങോട്ട് പണ്ടാറടക്കാ കഴിഞ്ഞല്ലോ. ഞാൻ എന്തിനാ പക്ഷെ ഞാൻ എങ്ങനെയാ നോക്കട്ടെ? അതോ ഞാനല്ലേ രണ്ടാമത്തെ പറഞ്ഞു സംഭവങ്ങൾ ഉണ്ടാവണ ചടങ്ങ് പറ്റിയാ ഇജ്ജ് എവിടുക്കാണ് ഈ പെരുന്തൽമണ്ണ അങ്ങാടി കൂടി ഇങ്ങനെ നടക്കണം? എന്താണ് എനിക്ക് ഇവിടെ? അത് വർത്താനം പറയില്ല. അത് തപ്പപ്പിച്ചാണേ മുണ്ടൂല. ഏ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. തൊള്ളോക്കാൻ പറ്റും തല്ലല്ലേ ഇങ്ങനെ എന്റെ പച്ച അങ്ങനെയാണ് നീച്ച ഇതിന്റെ പേരേക്കോ കേട്ടോ. പറേ എവിടുക്ക പോണ്ട്? ദേ നോക്കിക്കോ. യവ 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 കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. അതിന് മുട്ടാൻ പറ്റൂല പറഞ്ഞില്ലേ? ഇത് എളുപ്പം പറഞ്ഞാളെ പറ്റില്ല. എന്തിനാ വന്നതെന്നുള്ളേ? എടാ സത്യം പറഞ്ഞു നിന്റെ വീട് എവിടെയാണ്? എന്ത് ഇവിടെ രമണ? ആംഗ്യ ഭാഷ ചോദിക്കും. ആഹാ മാജിക്കാരനാ? മേത്തോന്റെ പെച്ചാണ് തോന്നണ്ടേ? ഇന്നത്തെ കളർ കൊടുക്കാനാ? എന്നിട്ട് മുതലാളി, എന്നാ ഊരും കൂടി എവിടെ ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ നിന്റെ ഊരും അത് പൊട്ടിരിക്കണോ നോക്കണോ? കണ്ടോ? ഞാൻ ശരിയാക്കി തരണ്ടേന്ന്. അതിന് പതിനാത്ര പച്ച കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. നോക്കാം എന്താ കുടിയും എവിടെയാണ് നിന്റെ? ആ. അയ്യോ കഞ്ഞി കൊടുത്താ പറയാന്ന്. എന്നാ, മൂണുങ്ങ്. നിന്റെ ഊരും കംപ്ലൈന്റ് അതിന്റെ ഡിസ്പ്ലേ നോക്കണോ? കോയ അത് ഓരോ അന്ന് എന്നൊന്ന് മേലോട്ടെടുക്കോ ദൈവങ്ങളെ. പറഞ്ഞു കേക്ക്. ഒക്ടോബർ 4 അവിടെ അതാ ഈ കളർ ഇത് കൊടുക്കാം. ഇത് മതി നോക്കിയാ. ഉദ്ഘാടനത്തിന് അന്ന് മൊബൈലും ലാപ്ടോപ്പ് ഒക്കെ 10 ഒരാൾക്ക് ഒരു ഫ്രീ ആയിട്ട് നന്നാക്കി കൊടുക്കൂട്ടേന്ന്. ഞങ്ങളെ ഇതാണ് അപ്പൊ ഒക്ടോബർ 4 ശരി. പാവടാ അതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോഴിക്കോട്. ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം. ഇഷ്ടപ്പെടേ പാവണേ ഇഷ്ടപ്പെട്ടുകൂടാ. അപ്പൊ ക്ലാരിറ്റി ഇല്ലാത്ത കാലടി കാലടി കാലടി. വെട്ടൂര് ചോദിക്കട്ടെടാ വെട്ടൂര്. വെട്ടിക്കൊല്ലും പണ്ടാണ്. ാണോലെ പ്രശ്നം. പാവാണ് കുഞ്ഞാപ്പോത്. ഇതിന് ചെവി കേട്ടൂടാ വർത്താനം പറയാനും വെച്ച. ഞാൻ തച്ചീന് എന്നോട് പൊറക്കണം കേട്ടോ. ഈ ക്ലാരിറ്റി കമ്മി എന്താന്നുള്ളത് ഈ പെരിന്തൽമണ്ണ അങ്ങാടിയുള്ള അവനേത് ഗുദാമെങ്കിലാകട്ടെ ചോദിക്കട്ടോ. നിനക്കത് പറയാൻ കാശ് പണം എന്താണ്? ഞാൻ കോഴിക്കോട് ചോദിക്കും. മോനെ മോനെ കോഴി കോഴി. കൂടെ മൊത്തത്തിൽ വന്ന് കിടന്ന് പറഞ്ഞു തരി കമന്റിൽ വന്നിട്ട്. എന്നാലും ഇതിനെ വെറുതെ വിടാൻ ഇത് ഇങ്ങനെ നടക്കണ്ടല്ലോ. ആന്ന് എല്ലാരും പറഞ്ഞു കൊടുത്ത് ഇപ്പച്ചല്ലേ ചോദിച്ചേ. ആ കമന്റിലോട്ട് വരി. കോഴി കോഴി. ഡാൻസ് അല്ലടാ. ഇനി പോയിക്കോ. ഇതങ്ങനെ നടന്നോളൂ. ഇത് എന്താ സംഭവം എന്ന് അറിയണ്ടേ? ആ വെപ്പച്ച പെരി കൊണ്ടായിരുന്നു.